എല്ലാവരും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കുട്ടികളുടെ പ്രിയപ്പെട്ട ചോക്ലേറ്റ് ഐസ്ക്രീം. അപ്പൊ എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ചെറിയ മോൻ നന്ദുവിനാണ് ഏറ്റവും ഇഷ്ടം ചോക്ലേറ്റ് ഐസ്ക്രീം. ആദ്യ സമയം അവിക്കുട്ടനും വാനില ഐസ്ക്രീമാണ് ഇഷ്ടം. കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ കാണാൻ മറക്കരുത്. അതായത് കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ബിരിയാണിയാണ്, വെജിറ്റബിൾ ബിരിയാണി. അതും തന്നെ ഗീ ഓയിലൊന്നും ഇല്ലാത്ത ബിരിയാണി ആയിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാനും അതുപോലെ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. നമ്മുടെ വeenascurryworld ഇതിനു മുൻപ് 3 ഐസ്ക്രീം റെസിപ്പീസ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് വാനില ഐസ്ക്രീം, പിന്നെ ബട്ടർ സ്കോച്ച്, അതുപോലെ തന്നെ മാംഗോ. അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം ചൂടുകാലാണ്, ഐസ്ക്രീമിന്റെ ഒരു ടൈമാണ്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. പല രീതിയിലും നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. അതായത് ഹെർഷീസ് സിറപ്പ് വെച്ചിട്ട്, പിന്നെ ചോക്ലേറ്റ് മെൽറ്റഡ് ചോക്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഹെർഷീസ് സിറപ്പ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ തന്നെ കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കാണിച്ചും തരാം. ഓക്കെ, അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് കൊക്കോ പൗഡർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിന് ഒരു കയ്പ്പ് രസം വരും. കുട്ടികൾക്ക് അത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ്. സ്വീറ്റ്നെസ് ഇല്ലാത്ത കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട്, ഇത് തണുത്ത പാലാണേ. തണുത്ത പാൽ ഏത് പാലാണെങ്കിലും കുഴപ്പമില്ല, ചൂടോട് കൂടി ആദ്യം ഒഴിക്കണ്ട. തണുത്ത പാലൊഴിച്ചിട്ട് നമുക്കിതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് പാല് ഞാൻ മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു 3 ടേബിൾ സ്പൂണോളം പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സാധാരണ രീതിയിൽ എല്ലാവരും കൊക്കോ പൗഡർ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാണ് പതിവ്. പക്ഷേ എനിക്കത് എന്തോ അതിൻ്റെ ഒരു സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടം തോന്നാറില്ല. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ച് ഫ്ലേവറൊക്കെ നന്നായി വന്ന പോലെ തോന്നി. മൊത്തത്തിൽ പാലോട് ഒഴിച്ച് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ 1/4 ഗ്ലാസ് പാൽ എടുത്തിട്ട് ഈ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, ആദ്യം തന്നെ ലോ ഫ്ലെയിമിൽ മതി, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. കൊക്കോ പൗഡറും പാലും കൂടിയിട്ടുള്ള മിശ്രിതം 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് ആ കൊക്കോ പൗഡറിൻ്റെ ഒരു റോ ടേസ്റ്റ്, ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, അതൊന്നും നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ താഴെ അങ്ങ് പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, കുറച്ച് തിക്നെസ് ആയിട്ടുണ്ട്. നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റോളം കുക്കായിട്ടുണ്ട്. ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കൊക്കോ സിറപ്പ് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറാൻ അനുവദിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. കൊക്കോ പൗഡർ കുക്ക് ചെയ്ത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് വിപ്പിംഗ് ക്രീം റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴാണോ ഐസ്ക്രീം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് അതിനേക്കാൾ 2 മണിക്കൂർ മുൻപ് ഒരു ബൗള് സ്റ്റീലിൻ്റെയോ ഗ്ലാസിൻ്റെയോ ആയിക്കോട്ടെ അതെടുത്ത് ഫ്രീസറിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ബീറ്ററിൻ്റെ ഈ 2 ബ്ലേഡില്ലേ, അതും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീസറിൽ വെച്ച് നന്നായി ഫ്രീസ് ചെയ്യണം. നല്ല തണുപ്പുണ്ടായിരിക്കണം നമ്മുടെ ഈ ബൗളിന്. അതേപോലെ തന്നെ ഒരു പാത്രത്തിൽ ഐസ് വാട്ടറും കുറച്ച് ഐസും കൂടി ഇട്ട് റെഡിയാക്കി വെക്കുക. അതിലിറക്കി വെച്ചിട്ട് വേണം നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രീം വിപ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലേഡ് ചൂടായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ശരിക്കും വിപ്പ് ചെയ്ത് വരില്ല. മാത്രമല്ല അതിങ്ങനെ ഒരുമാതിരി തൈരിൻ്റെ പോലെയൊക്കെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ നല്ലതായിട്ട് നല്ല തണുപ്പുള്ള സെറ്റപ്പിൽ വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹാൻഡ് മിക്സർ എടുക്കുക. അതിലോട്ട് ഈ ബ്ലേഡ് കണക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കിനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ 200 ml വീതം 2 പാക്കറ്റാണ് വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നത്. വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മൊത്തം 400 ml ആണ് ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. വിപ്പിംഗ് പൗഡർ ആയാലും മതി. വിപ്പിംഗ് പൗഡറിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് വിപ്പ് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ മാംഗോ ഐസ്ക്രീം ഇല്ലേ, മാംഗോ ഐസ്ക്രീമിൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിൽ ഞാൻ വിപ്പിംഗ് പൗഡർ വെച്ചിട്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 500 ml ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ
400 ml കണക്ക് പറഞ്ഞു എന്ന് മാത്രം. വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാനൊരു റെസിപ്പി ചെയ്തു നോക്കി, നമ്മുടെ വെള്ളക്കടല വെച്ചിട്ട് അതിൻ്റെ വാട്ടർ വെച്ചിട്ട്. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തത്. ഞാനൊരിക്കൽ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാത്ത റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൽക്കാലം നമുക്ക് ഇതേപോലെ വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് പൗഡർ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 400 ml ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കെൻവുഡിൻ്റെ ഹാൻഡ് മിക്സറാണ്. അതിൽ 1 2 3 4 5 6 എന്നുള്ള സ്പീഡ് ഉണ്ട്. അതിൽ ഞാൻ ലോ സ്പീഡിലാണ് ഇടുന്നത്. അതായത് 1 ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്, ബീറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയം സ്പീഡിലോട്ട് മാറ്റാം. അതായത് ഒരു 3 or 4 മാറ്റാം. ആദ്യം തന്നെ ഹൈ സ്പീഡിൽ ഇടാൻ പാടില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുക്കുന്ന പാത്രം കുറച്ച് കുഴിയുള്ളതായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ബ്ലേഡിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിലോട്ട് മുങ്ങിക്കിടക്കുള്ളൂ. അതല്ലെങ്കിൽ കുറേ സമയം എടുക്കും നമുക്ക് വിപ്പ് ചെയ്യാൻ. ഇതിലോട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാൻ ഇടാറുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഞാനിതിൽ ചേർത്ത് കൊടുക്കും. ഞാൻ എന്ത് മധുരമുള്ള ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കും. അത് ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എനിക്കിപ്പോൾ ഉപ്പ് ചേർത്താലാണ് ആ ഒരു ഫുൾ പെർഫെക്ഷൻ കിട്ടുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മിനിറ്റോളം ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു മീഡിയം സ്പീഡിലോട്ട് മാറ്റാം. അതിനുശേഷം വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്രീം തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എപ്പോഴും സൂക്ഷിച്ച് മാത്രം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഓവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ലൂസായിട്ട് മാറും. അതായത് അതങ്ങ് സ്പ്ലിറ്റായി പോകും. അത് പിന്നെ നമുക്ക് കാര്യമില്ല, ഐസ്ക്രീം ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇനി ഈ ഒരു തിക്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് മാത്രം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. മീഡിയം സ്പീഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മുടെ ക്രീം നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്, നല്ല ഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ, ഇതുപോലെ നമ്മൾ കേക്കിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രീം പോലെ അത്രയും തിക്കായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്പീഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക, പതുക്കെ നോക്കുക. ഓവർ സ്പീഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് മുഴുവനും വെള്ളത്തിലാവും. അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ഹെർഷീസിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിലും നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ചോക്ലേറ്റ് ഐസ്ക്രീം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് അതിലോട്ട് ഹെർഷീസിൻ്റെ സിറപ്പ് ഒഴിച്ചിട്ട് അവിടെ മിക്സ് ചെയ്യുക, എന്നിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് കണ്ടു എന്ന് വരില്ല അല്ലേ, ഉണ്ടായിന്ന് വരില്ല. എല്ലാ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ കൊക്കോ പൗഡറാണ്. അതുകൊണ്ടാണ് ഞാൻ കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ സിറപ്പ്, അതായത് കൊക്കോ പൗഡർ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ സിറപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ ആഡ് ചെയ്ത് കൊടുക്കണം. തണുത്തിട്ടുണ്ട്, ചൂടോട് ഒരിക്കലും ഒഴിക്കാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കുത്തുരസം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം ആ പൗഡർ. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇതിലോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര അല്ല ചേർക്കുന്നത്, കണ്ടൻസ്ഡ് മിൽക്ക്. അതിൻ്റെ അളവ് നമ്മൾ ഒഴിച്ച് വേണം നമുക്ക് നോക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോഴും പതുക്കെ മിക്സ് ചെയ്യണം കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ സിറപ്പും ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് നല്ല ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക ചോക്ലേറ്റ്, എന്നിട്ട് ആ ചോക്ലേറ്റ് ചൂടാറിയതിന് ശേഷം ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ടാക്കാൻ. പക്ഷേ എല്ലാം ഞാൻ കാണിച്ചു തന്നാൽ ശരിയാവില്ല, ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒഴിച്ച് നോക്കണം. കാരണം ഓരോരുത്തർക്കും മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ 397 ഗ്രാമിൻ്റെ ടിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഹാഫ് ആദ്യം ഒഴിച്ചു കൊടുക്കാം, പിന്നെ നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം എത്ര വേണമെന്ന് തീരുമാനിക്കാം. ഇതേപോലെ തന്നെ പതുക്കെ നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഫോൾഡ് ചെയ്യാന്ന് പറയുക ഇങ്ങനെ ചെയ്യുന്നതിനെ. പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡായിരിക്കും. ഇതൊരു കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഐസ്ക്രീമാണ്. അതേസമയം നമ്മൾ ഹെർഷീസിൻ്റെ സിറപ്പ് വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഡാർക്ക് ഷെയ്ഡായിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഞാനിവിടെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എൻ്റെ മോന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ അവയ്ക്ക് ചോക്ലേറ്റ് അലർജിയാണ്, അതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ ഒരു ഐറ്റം അവന് കഴിക്കില്ല. അപ്പം എൻ്റെ ചെറിയ പുത്രൻ മാത്രമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുള്ളൂ. ഇവിടെ നൈബേഴ്സ് കുട്ടികൾക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ പകുതി നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ജസ്റ്റ് ടേസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ചും കൂടെ ആവാം, മുഴുവൻ ഒഴിക്കണ്ട കേട്ടോ. ഈ ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടിൻ കംപ്ലീറ്റ് ഒഴിച്ചാൽ എനിക്ക് മധുരം കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ മധുരത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു കണ്ടെയ്നറിലോട്ട്, ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോട്ടോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഐസ്ക്രീം വാങ്ങിച്ച കണ്ടെയ്നർ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കണ്ടെയ്നറിലോട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു ലെയർ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. ഉണ്ടാക്കാൻ അത്ര എളുപ്പമാണ്, അതേസമയം കഴിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും സൂപ്പറാണ്. ഓക്കെ, ഇത് മതി. ഇനി ഫൈനലായിട്ട് ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. പെർഫെക്റ്റ്, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ലണ്ടൻ ഡയറി ഡബിൾ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1 ലിറ്ററിൻ്റെ കണ്ടെയ്നർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അതിലോട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒരു തവി എടുക്കുക, ഒഴിക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര എമൗണ്ട് ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എനിക്കിത് കറക്റ്റ് ഈ പാത്രത്തിൽ കൊള്ളും. ഞാൻ ഈ ഐസ്ക്രീമും കേക്കും പരിപാടിയൊക്കെ വളരെ റെയറായിട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ഈ റെസിപ്പീസൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. സ്വീറ്റ്സ് മാക്സിമം ഞാൻ ഒഴിവാക്കുന്ന ഒരാളാണ്. ഇത് കറക്റ്റാണ് കേട്ടോ, 1 ലിറ്ററിൻ്റെ അളവാണിത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ നമ്മുടെ ഐസ്ക്രീം കണ്ടെയ്നറിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇത് ഫ്രീസറിൽ വെക്കണം. 12 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഐസ്ക്രീം സെറ്റാവും. 6 മണിക്കൂർ കൊണ്ടൊക്കെ സെറ്റ് വന്നാലും 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്താൽ മതി. അക്ഷമരാണ് കുട്ടികളെന്ന് അറിയാം. അതുകൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കി 12 മണിക്കൂർ കഴിഞ്ഞ് റെഡി ആയതിനു ശേഷം അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവർ ഫ്രിഡ്ജ് തുറന്നുകൊണ്ടേ ഇരിക്കും. ഫ്രിഡ്ജ് കണ്ടിന്യൂസ് ആയി ഇടയ്ക്കിടയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ സംഭവം റെഡി ആവില്ല. കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം അവർക്ക് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ ക്ലിംഗ് റാപ്പ് ഒന്നും ചുറ്റണമൊന്നുമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആ പാത്രത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിംഗ് റാപ്പ് ചുറ്റിയതിന് ശേഷം ഇതുപോലെ അടച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ റെഡി ആയതിനു ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ദേ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്താലോ? ഞാനിപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി സെറ്റായി ഇരിപ്പുണ്ടായിരുന്നു. എന്നാലും അപ്പോൾ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയി. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഐസ്ക്രീം സെറ്റായിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ഐസ്ക്രീം ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെക്കുക. റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. അതിനുശേഷം നമ്മൾ സ്കൂപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിരിക്കും, കുറേ സമയം എടുക്കും നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് സ്കൂപ്പ് ചെയ്യാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഫ്രീസറിൻ്റെ ഇതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഭയങ്കര കൂടുതൽ ടെമ്പറേച്ചറിലാണ്, കോൾഡ് ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 15 മിനിറ്റ് ഒക്കെ വേണ്ടി വരും പുറത്തിരുന്നിട്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. എന്നിട്ട് എങ്ങനെയാണോ സ്കൂപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ഇതേപോലെ ഐസ്ക്രീം സ്കൂപ്പറൊന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ സാധാരണ ഒരു നമ്മുടെ കഞ്ഞിയൊക്കെ കോരുന്ന കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം സ്കൂപ്പർ, പലതരത്തിൽ നമുക്ക് ഐസ്ക്രീം സ്കൂപ്പർ കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോണിലോട്ട് സ്കൂപ്പ് ചെയ്തിടാൻ ഇതേപോലെ ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ സഹായകരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്യാം. അത് തന്നെ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് നമ്മുടെ സ്കൂപ്പർ പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെറുതായിട്ട് വലുതായിട്ട് എങ്ങനെയാണ് സ്കൂപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ അങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ എൻ്റെ കുഞ്ഞു ബൗൾ നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വലിയ ബൗൾ എടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ മൊത്തത്തിൽ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും ഇതേപോലെ തന്നെ 10 സെക്കൻഡ് നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് സ്കൂപ്പ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഐസ്ക്രീം ഞാൻ വേറൊരു ഗ്ലാസിൻ്റെ ബൗളിലോട്ട് മാറ്റി വേറൊരു സ്കൂപ്പ് ഐസ്ക്രീം എടുത്ത് അതിൻ്റെ മുകളിൽ ഹെർഷി സിറപ്പൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അസലായിട്ടുണ്ട് കേട്ടോ. ഞാനും നന്ദുവാണ് എപ്പോഴും ഈ ഐസ്ക്രീംസ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നന്ദു വരുമ്പോൾ പരിഭവമായിരിക്കും, കാരണം അവൻ ഉണ്ടായിരുന്നില്ല. സ്കൂളിൽ പോയ സമയത്താണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കി. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ കഴിക്കുമ്പോൾ അവർക്കൊരു സ്വയം ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയ ഐസ്ക്രീം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കഴിക്കാം. ഐസ്ക്രീം ഫോട്ടോ എടുത്ത് വരുമ്പോഴേക്കും ആകെ ഒരു പരിവാവും, അതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ ഇതോടുകൂടി തന്നെ ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് കുറച്ചും കൂടെ ഫ്രീസ് ആയതിനു ശേഷം ഉപയോഗിക്കാം കേട്ടോ. അഥവാ ഒരുപാടങ്ങ് മെൽറ്റായി പോയിട്ടുണ്ടെങ്കിൽ, കാരണം പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഫോട്ടോ കൊടുക്കുമ്പോഴേക്കും അങ്ങ് മെൽറ്റാവും. ഇവിടെ പിന്നെ ആരും ഇല്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ. സത്യം പറഞ്ഞാലേ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിനേക്കാളും കേമായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും സർപ്രൈസ് കൊടുക്കൂ, ഇന്നല്ലെങ്കിലും വേറൊരു ദിവസം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പരാതി മാറിയെന്ന് വിശ്വസിക്കുന്നു. കാരണം ചോക്ലേറ്റ് ഐസ്ക്രീം കിട്ടില്ല എന്ന് വളരെ കൂടുതൽ പരാതികളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.
No, don't hold it like this. Hold it like this. Hold. Stand. Hold it properly. Hold it. Like it. No, it's not picking. It's not picking. Do it. It's not picking the ball. Keep more. Take it. Keep more. You done? You go. One more down. Okay. Atu ശരിക്കും hold ചെയ്യണം like this. Okay. Okay. See, your hand should reach here. See, your wrist like this. Keep kicking. Yes. പിടിക്ക് വീഴും പിടിക്ക് Just go.